إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب يا സത്യവിശ്വാസികളെ വിശ്വാസികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരോടും എന്നെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ പുണ്യങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ അതിവേഗം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ്. സങ്കടകരവും ഭയാനകവുമായ വാർത്തകൾ റമദാനിന്റെ ഓരോ പ്രഭാതവും പുലരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മളെല്ലാം കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദവ്യത്യാസമില്ലാതെ ലഹരിയും മ്യൂസിക് ബാൻഡുകളും സിനിമകളും ലിബറൽ ചിന്തകളും വ്യത്യസ്ത അഡിക്ഷനുകൾ മൂലം കേരളത്തിന്റെ കുടുംബ സാമൂഹിക രംഗങ്ങൾ കലാപഭൂമിയായി കൊണ്ടിരിക്കുകയാണ്. സഹപാഠിയെ കൊന്ന് യാതൊരു പ്രയാസവുമില്ലാതെ, മനപ്രയാസവുമില്ലാതെ, ലാഘവത്തോടെ നിർഭയത്തോടെയും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ ചാറ്റ് ചെയ്യുന്ന പുതുതലമുറയിൽ നിന്നും നാം വായിക്കുന്ന സന്ദേശങ്ങൾ നമ്മെ പേടിപ്പെടുത്തുന്നതും ഭയാനകവുമായ സന്ദേശങ്ങളാണ്. പുതുതലമുറയെ
ഒരു വലിയ വിഭാഗത്തിന്റെ സഞ്ചാരം എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് പലരും. കുട്ടികൾക്ക് തെറ്റ് ചെയ്യാൻ അവരുടെ മേലെടുക്കുന്ന ആ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മേൽ എടുക്കുന്ന ശിക്ഷാ നടപടികളുടെ കുറവുകളും തെറ്റുകൾ വർദ്ധിപ്പിക്കാനും തെറ്റുകൾ ചെയ്യുവാനും അവരെ പ്രേരിപ്പിക്കുന്നു എന്നതും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരാജകത്വങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്നുമെല്ലാം എങ്ങനെ ഈ തലമുറയെ രക്ഷപ്പെടുത്താം എന്ന് കേരളത്തിന്റെ നിയമസഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു. ഇവിടെയാണ് ഈ പുണ്യമാക്കപ്പെട്ട റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ റമദാനിൽ നിലനിൽക്കുന്ന നാം ഓരോരുത്തരും ഈ പരിശുദ്ധ റമദാനിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന് കൃത്യമായ ചില പരിഹാരങ്ങൾ ഇത്തരം അഭയസഞ്ചാരങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആളുകൾക്ക് നിർദ്ദേശങ്ങൾ, പരിഹാരങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ പറയുന്നതായി കാണാം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. സത്യത്തെയും അസത്യത്തെയും നല്ലതിനെയും ചീത്തയെയും നന്മയെയും തിന്മയെയും അതിനെയെല്ലാം ആ സത്യാസത്യ വിവേചനവും കൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. അത് മാനവരാശിക്കുള്ള നേർമാർഗദർശനം പകരുന്ന ഗ്രന്ഥമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ നേർമാർഗമായിക്കൊണ്ട് ഹുദയുമായിക്കൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. പകച്ചു നിൽക്കുന്ന ഈ സമൂഹത്തോട് ഖുർആനിന് ചിലത് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും നല്ലതിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. അതിനേക്കാളും നല്ലത്, അതിനേക്കാളും നന്മ വേറെ ഒന്നുമില്ല. ഖുർആനിന്റെ വഴി, ഖുർആൻ പഠിപ്പിച്ച മാർഗം, ഖുർആനിന്റെ മാർഗം അത് മാത്രമാണ് ഏറ്റവും നേരായ ചൊവ്വയായ മാർഗമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അല്ലാഹുവിലേക്കും അവൻ മനുഷ്യരുടെ രക്ഷക്കായി അവതരിപ്പിച്ച ഖുർആനിലേക്കും മടങ്ങുക എന്നതാണ് എല്ലാ അരാജകത്വത്തിന്മേൽ നിന്നുള്ള മോചനത്തിനുള്ള ഏക വഴി എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ധകാരത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിഷേധികളും ദുർമൂർത്തികളുമായ ആളുകൾ അവർ ഇരുട്ടുകളിലേക്കാണ്, അന്ധകാരങ്ങളിലേക്കാണ്, വെളിച്ചത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ് അവർ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. വല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജൂഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹും അത്ത്-ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത് ഉലൈക അസ്ഹാബുൻ-നാരി ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിച്ച ആളുകൾ, ആ വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ
അത് ദുർമൂർത്തികളാകുന്നു. ആ ദുർമൂർത്തികൾ ഇരുട്ടുകളിലേക്ക് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അങ്ങനെ വെളിച്ചത്തിന്റെ വഴിയിൽ നിന്ന് ഇരുട്ടിലേക്ക് സഞ്ചരിച്ച ആളുകൾ അവർ എത്തിപ്പെടുക അവസാനം നരകത്തിലായിരിക്കും. അവർ ആ നരകത്തിൽ ശാശ്വതവാസികളാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് സഹോദരങ്ങളെ, ഇവിടെയാണ് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇരുട്ടിലേക്ക് പോകുന്ന അഭയസഞ്ചാരത്തിലേക്ക് പോകുന്ന ആളുകളെ അവരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാമതായി വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ നാം ഖുർആൻ പഠിക്കുകയും അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമതായി ചെയ്യാനുള്ള കാര്യം. പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിന്റെ ഓരോ ആയത്തുകളും പഠിക്കുകയും ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലൂടെ ആ ആയത്തിനെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിച്ചാൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. പ്രകാശം, വെളിച്ചം, അല്ലാഹുവിനുള്ള വ്യക്തമായ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു നിരക്കുമുള്ള അബദ്ധങ്ങളുമില്ല. ഒരു വള്ളിക്ക് പോലും, അതിലൊരു പുള്ളിക്ക് പോലും, ഒരു അക്ഷരത്തിന് പോലും മാറ്റം സംഭവിച്ചിട്ടില്ലാത്ത ഗ്രന്ഥം. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, യഹ്ദീ ബില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ് സലാമി വയുഖ്രിജൂഹും മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇذനി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവിന്റെ പൊരുത്തം നേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ ഇഷ്ടം, അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ ആളുകൾ അവരെ ആ ഖുർആൻ നേരിന്റെ വഴിയിലേക്ക്, സമാധാനത്തിന്റെ വഴിയിലേക്കാണ് അത് നയിക്കുന്നത്. തന്റെ ഉത്തരവ് മുഖേന, അല്ലാഹുവിന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നേരായ പാതയിലേക്ക് അവരെ ആ ഖുർആൻ നയിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം കാണുന്ന കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അടിസ്ഥാന കാരണമായ ലഹരിയും മ്യൂസിക് ബാൻഡുകളും പലിശ ഇടപാടുകളും ഇങ്ങനെ തുടങ്ങിയ ഈ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് മാത്രം പരിശോധിച്ചാൽ അത് തന്നെ ഖുർആനിക അധ്യാപനങ്ങളുടെ അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തികൾ മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം ഒഴിവാക്കണം, വർജിച്ചു കളയണം. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം സാധിക്കാൻ സാധിക്കും. മദ്യം ഒഴിവാക്കണം, അതുപോലെ ചൂതാട്ടം ഒഴിവാക്കണം, പലിശ ഒഴിവാക്കണം, അതുപോലെ ശിർക്ക് വരുന്ന വഴികൾ എല്ലാം മ്ലേച്ഛമാണ്. ഇതെല്ലാം ഒഴിവാക്കിയാൽ ഈ സമൂഹത്തിൽ കാണുന്ന അരാജകത്വങ്ങളെല്ലാം ഒഴിവാകുമെന്നതാണ്. ഏതൊരു തിന്മ എടുത്തു നോക്കിയാലും, ഏതൊരു കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാലും
അവിടങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്ന വസ്തുതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞത്. പലിശക്കെടുത്ത് ലോണെടുത്ത് അത് വീട്ടാൻ സാധിക്കാതെ ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ അത് കിട്ടാതെ വരുമ്പോ അതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെ വരുന്നു. ഇതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിഅ ബൈനകുമുൽ അദാവതു വൽ ബഅദാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്തി വഹൽ അൻതും മുൻതഹൂൻ. പിശാച് ഉദ്ദേശിക്കുന്നത്, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങളെ തെറ്റിക്കാൻ, നിങ്ങളെ അകറ്റി മാറ്റാൻ, നിങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ. ഇതിനാണ് പിശാച് മദ്യത്തിലൂടെ, ലഹരിയിലൂടെ, ചൂതാട്ടങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. മാത്രമല്ല, അങ്ങനെ അതെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ, അതിനെല്ലാം അടിമപ്പെട്ട ആളുകൾ, അവർക്ക് അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, നമസ്കാരത്തിൽ നിന്നെല്ലാം അവർ മാറി നിൽക്കും, അവരതെല്ലാം തടഞ്ഞു നിർത്തുമെന്നാണ്. നിസ്കരിക്കുന്ന കാര്യത്തിൽ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിൽ ഇതിലൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. പിശാച് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും വിരമിക്കാൻ ആയില്ലേ എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയാൽ എല്ലാ രംഗത്തും സുരക്ഷിതത്വമുണ്ടാകും. ഈ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയവർ എല്ലായിടത്തും സുരക്ഷിതരാണ്. അത് നമ്മൾ പൂർവിക സമൂഹങ്ങളിൽ കണ്ടതാണ്. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന അറേബ്യ എന്ന നാട് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ലോകത്തുള്ള തിന്മകളെക്കാളും ഇരുട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ അന്ധകാരത്തിന്റെ, ഇരുട്ടിന്റെ കാലഘട്ടമെന്ന് വിളിക്കാൻ കാരണമായി. എല്ലാ നിരക്കും അരാജകത്വങ്ങൾ ആ സമൂഹത്തെ അല്ലാഹു റസൂൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് ഏറ്റവും ഉത്തമമായ തലമുറയാക്കി മാറ്റിയത്. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയുന്ന ഏറ്റവും ഖൈറായ, ഏറ്റവും മാതൃകാപരമായ നല്ലൊരു സമൂഹത്തെ മാറ്റിത്തീർത്തത് ഖുർആനിലൂടെ മാത്രമാണ്. അത് മാത്രമാണ് പോയി, അതല്ലാതെ വേറെ വഴിയില്ല നന്നാവാൻ. അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് വരിക എന്നത് മാത്രമാണ്. മദ്യം കുടിച്ചിരുന്ന ആളുകൾ, അതൊരു നേരം പോലും ഒഴിവാക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രാണി മദ്യത്തിന്റെ ഒരു ഗ്ലാസിൽ മദ്യക്കുപ്പിയിൽ വീണ് ചത്തപ്പോ അതിനെ നോക്കിപ്പോലും കവിത പാടിയവർ അറബികൾക്കിടയിലുണ്ടായിരുന്നു. എന്താണ് അവർ പാടിയത്? നീ എത്ര ഭാഗ്യവതിയാണ്, നീ മരിക്കുന്നത് പോലും മദ്യം നുകർന്നുകൊണ്ടാണ്, എനിക്ക് ആ ഭാഗ്യം ലഭിച്ചില്ലല്ലോ. ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരി വള്ളികൾക്കിടയിൽ അതിന്റെ താഴെ കബറ് പൊഴിക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെങ്കിലും മുന്തിരിയുടെ ആ ഒരു നുകരുന്നാൽ അത് നുകരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അത്ര മദ്യത്തിൽ, ലഹരിയിൽ ആപതിച്ചൊരു സമൂഹം. ആ സമൂഹത്തോടാണ് ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന ഒരൊറ്റ ചോദ്യം. ആ ചോദ്യം വന്നപ്പോഴേക്ക് മദ്യം വിറ്റിരുന്ന ആളുകൾ ആ സമൂഹത്തിലുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ മദ്യത്തിന്റെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മദ്യ ഷോപ്പിൽ അത് എടുത്തു കൊടുത്തിരുന്ന അവിടുത്തെ ജോലിക്കാരനാണ്. ഇത് കേട്ടപാടെ ആ മദ്യ ഷോപ്പിലുള്ള എല്ലാ ചട്ടകളും അവർ കിട്ടിയ ആയുധം ഉപയോഗിച്ചാണ് തല്ലി തകർത്തത്. മദീനയുടെ തെരുവോരങ്ങൾ മദ്യത്തിന്റെ ചാലുകൾ, മദ്യത്തിന്റെ അരുവികൾ ഒഴുകിയിരുന്ന ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് ഖുർആനിന്റെ പരിവർത്തനമാണ്. ഖുർആൻ കൊണ്ട് മാത്രമാണ് ആ പരിവർത്തനം സാധ്യമാവുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം. രണ്ടാമതായി പ്രിയമുള്ളവരെ,
ആ മദ്യത്തിൽ നിന്ന് അവർ മോചിതരായപ്പോൾ അവരിൽ മാറ്റമുണ്ടായത് ആ മദ്യം കുടിക്കാൻ ഉപയോഗിച്ച കോപ്പകൾ അത് പിന്നീട് പച്ചവെള്ളം കുടിക്കാൻ പോലും അവർ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ്. ആ നിലക്ക് അവരെ പരിവർത്തിച്ചു. മദ്യം ഒഴുകിപ്പോയിരുന്ന സ്ഥലങ്ങളിൽ മുളച്ചുപൊന്തിയ പുല്ലുകൾ അവരുടെ ഒട്ടകങ്ങൾക്ക് തീറ്റിക്കാൻ പോലും അവർ കൊടുത്തിരുന്നില്ല. അത്ര കണ്ട് അവർ ഖുർആൻ മാറ്റം വരുത്തി എന്നത് കാണാൻ സാധിക്കും. രണ്ടാമതായി സഹോദരങ്ങളെ, ഖുർആൻ പകർന്നു നൽകുക, വിശ്വാസം ഉൾക്കൊള്ളുകയും അത് പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ്. ഖുർആൻ പകർന്നു നൽകാൻ സാധിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിക്കാറുണ്ടോ? പണ്ട് കാലങ്ങളിലെല്ലാം ഇശാമഗ്രിബിന്റെ ഇടയിൽ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതാത്ത ഏതെങ്കിലും വീടുകൾ നമുക്കുണ്ടായിരുന്നോ? ഇന്ന് നേരെ മറിച്ചല്ലേ, ഖുർആൻ ഓതാത്ത വീടുകളല്ലേ ഇന്ന് നമ്മുടെ നാടുകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള അരാജകത്വങ്ങൾ, കൊലപാതകങ്ങൾ, ഉമ്മയെ കൊല്ലുന്ന മകനും മകളും, മകളെ പീഡിപ്പിക്കുന്ന വാപ്പയും ഉണ്ടായത് അതുകൊണ്ട് ജാഗ്രതയുണ്ടാകണം. വീടുകളിൽ ഖുർആൻ ഓതുന്ന വീടുകളായി മാറണം. മക്കളെ ഖുർആനിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്ന മാതാപിതാക്കളെ മാറ്റാൻ സാധിക്കണം. എങ്കിലേ ഈ തിന്മകൾക്കെതിരെ അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പുതിയ തലമുറകൾക്ക് സാധിക്കുകയുള്ളൂ എന്നത് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരുടെ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, നിർഭയത്വമുണ്ടായിരിക്കും. ഒന്നിനെയും ഭയപ്പാടുണ്ടാവുകയില്ല. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾ. ഒരു യാത്രക്ക് പോകുമ്പോ ആ വാഹനത്തിന്റെ മുന്നിലേക്കൊരു കറുത്ത പൂച്ച ചാടുമ്പോഴേക്ക് ബേജാറാകുന്ന ഒരു സമൂഹം അതുണ്ടാവൂല. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകളായി മാറും. അല്ലാഹുവല്ലാത്ത ഒരു ദൈവങ്ങളെയും ഒരു ജാരത്തെയും ഭയപ്പെടാതെ നിർഭയത്വമുള്ള ആളുകളായി മാറാൻ സാധിക്കുമെന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 38-ാമത്തെ വചനം. കുല്ലം ബിജു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം നിങ്ങൾ പിൻപറ്റുന്നവരാരാണോ അവർക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗദർശനം ഹുദ വന്നെത്തിയാൽ ആ ഹുദയെ പിൻപറ്റുന്ന, ആ മാർഗദർശനത്തെ പിൻപറ്റുന്ന ഒരാൾക്കും പിന്നെ ഒന്നിനെയും ബേജാറാകേണ്ട, പേടിക്കേണ്ടെന്ന ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ പേടിയുണ്ടാവില്ല, അല്ലാഹുവിന്റെ കൂടെയുണ്ട്. രോഗം ഇങ്ങനെ അടിക്കടി രോഗമാണ്, ഒന്ന് മാറുമ്പോ ഒന്ന്, ഉപ്പാക്ക് മാറുമ്പോ ഉമ്മാക്ക് മാറും മക്കൾക്ക്. ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾ, അത്തരം ആളുകൾക്ക് ജാറങ്ങളിലേക്ക് പോകേണ്ടി വരികയില്ല. അവർക്കത് അല്ലാഹുവിനുള്ള പരീക്ഷണമാണ് എന്ന ഉത്തമമായ ബോധ്യമുണ്ടാകും. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ആ ഒരു ബോധ്യം അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല എന്നാണ്. രണ്ടാമതായി സഹോദരങ്ങളെ, അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെ ഭയപ്പെടും എന്നാണ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ തിന്മ ചെയ്യാൻ അവർക്ക് ഭയപ്പാടുണ്ടാകും. അല്ലാഹു നിരോധിച്ച ഹറാമുകൾ ചെയ്യാൻ പേടിയായിരിക്കുമെന്നാണ്. മൂന്നാമതായി അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം തെറ്റുകളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയും അതുവഴി അവർ പുണ്യത്തിന് അർഹരായി തീരുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി കാണാൻ സാധിക്കും.
فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് വല്ല ആപത്തും വന്നു കഴിഞ്ഞാൽ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ വേദനയേറിയ ശിക്ഷകൾ ബാധിക്കുന്നതിനെ കുറിച്ച് അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ പ്രവാചകന്റെ സുന്നത്തിനെ പരിഹസിക്കുകയും അതിനെ കൊച്ചാക്കി കളയുകയും ചെയ്യുന്ന ആളുകൾ പ്രവാചകന്റെ കൽപ്പനകളെ എതിര് പ്രവർത്തിക്കുക, ആ എതിര് പ്രവർത്തിക്കുന്ന അതിനെ ലംഘിക്കുന്നതിനെ ഭയപ്പെടുന്ന ആളുകളായി മാറാൻ സാധിക്കും. അതിലൂടെ അവർക്ക് പുണ്യങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റി ജീവിക്കാൻ സാധിക്കുന്ന ആളുകളായി മാറാൻ സാധിക്കും. പുണ്യങ്ങൾ വാരിക്കൊള്ളാൻ അതിനർഹനായി തീരുമെന്നതാണ്. മാത്രമല്ല വീണ്ടും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അപ്പോൾ ഏതൊരാൾ തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അന്ന് അവർക്കാണ് സ്വർഗം തന്നെയാണ് അവരുടെ സങ്കേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആദലിക്ക് ഖുർആനിന്റെ ആളുകളായി മാറാൻ ഖുർആനിലൂടെ ജീവിതം കണ്ടെത്താൻ സാധിക്കണം. തെറ്റുകളിൽ നിന്ന് ആ തെറ്റുകളിൽ അഭിരമിച്ചിരുന്ന ജാഹിലിയത്തിലെ ജനതയെ അവിശ്വാസത്തിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നുമെല്ലാം മോചിപ്പിച്ചത്, ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് ഈ പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആനിന്റെ സന്ദേശത്തിലൂടെ പുതിയ കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതിലൂടെ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതെല്ലാത്തിനും വേറൊരു വഴിയും അതിലില്ല എന്നത് നാം മനസ്സിലാക്കണം. മൂന്നാമതായി സഹോദരങ്ങൾ നാം മനസ്സിലാക്കണം, ഖുർആൻ സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ ആശയവും അതിന്റെ വ്യാഖ്യാനവും മനസ്സിലാക്കി പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ എന്താണ് മനുഷ്യരെ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ കൽബുകളെ അതിനെ കൂട്ടിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നമ്മളാണ് ചോദിക്കുന്നത്. എന്നോടും നിങ്ങളോടും നമ്മളോട് ഓരോരുത്തരോടുമാണ് റബ്ബിന്റെ ചോദ്യം. എന്താണ് സഹോദരങ്ങളെ, മനുഷ്യരെ, സഹോദരിമാരെ, ഖുർആനിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ കൽബുകൾ, നമ്മുടെ ഹൃദയങ്ങൾ അത് കൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന ചോദ്യം ഉത്തരം നൽകാൻ സാധിക്കണം. അല്ല, എന്റെ കൽബിലെ ഖുർആനുമായി ഞാൻ അടുത്തവളാണ്, എന്റെ കൽബ് കൂട്ടിട്ട് വെച്ചിട്ടില്ല എന്ന് ഉത്തരം പറയാൻ ഖുർആനിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മറുപടി പറയാൻ സാധിക്കണം. ജീവിതത്തിൽ നാം സ്വപ്നം കണ്ട പലതും നമ്മൾ നേടിയിട്ടുണ്ട്. നമ്മുടെ വീട് നമ്മളുടെ സ്വപ്നമാണ്. അത് സ്വന്തമാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുടുംബം, വിവാഹം എന്നതൊരു ആഗ്രഹമാണ്. വിവാഹം ചെയ്ത് കുടുംബമുണ്ടായവരാണ് നമ്മൾ ഓരോരുത്തരും. നല്ലൊരു ജോലി ഇത് നമ്മുടെ ആഗ്രഹമാണ്. ഇങ്ങനെ അനേകം സ്വപ്നങ്ങൾ നമ്മൾ കാണുകയും ആ സ്വപ്നങ്ങൾ പലതും നമ്മൾ നേടിയെടുത്തവരാണ്. പ്രിയമുള്ളവരെ, എങ്കിൽ ഖബറിലെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ നമ്മൾ ഈ ഖുർആൻ എത്ര കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഖുർആനെ കുറിച്ച് ചോദ്യമുണ്ട് ഖബറിൽ. ആരാണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമ്പോൾ ഇമാമി ഖുർആൻ എന്ന് പറയാൻ, ഖുർആൻ ഇമാമി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഖുർആനാണ് ഇമാം എന്ന് കാണാതെ പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമായില്ല. അതിലൂടെ സഞ്ചരിക്കണം. ഖുർആനിന്റെ ആളുകളായി മാറി ഖുർആനിന്റെ കൽപ്പനകളും ഖുർആനിന്റെ നിർദ്ദേശങ്ങളും ഖുർആൻ പറഞ്ഞ ഹറാമുകൾ ഒഴിവാക്കുകയും ചെയ്ത് ജീവിക്കണം.
എങ്കിലേ ആ മറുപടി ലഭിക്കുകയുള്ളൂ. ഇവിടെയാണ് സഹോദരങ്ങളെ അമാനി മൗലവിയുടെ തഫ്സീർ എത്ര ആളുകൾ വീടുകളിലുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും കനപ്പെട്ട തഫ്സീറാണ്. ആ തഫ്സീറുകൾ നമ്മുടെ വീടുകളിലുണ്ടോ? നീ ഉണ്ടെങ്കിൽ തന്നെ അത് മറിച്ചു നോക്കിയിട്ട് എത്ര കാലമായി ഇങ്ങനെ ഷോക്കേസിൽ ഷെൽഫിൽ ഇങ്ങനെ കൊണ്ടുവച്ച് എന്നല്ലാതെ അത് മറിച്ചു നോക്കി അതിന്റെ ഉള്ളിലൂടെ കണ്ണോടിച്ചു നോക്കാൻ, ഒരു ദിവസം ഒരു പേജെങ്കിലും വായിച്ചു തീർക്കാൻ വേണ്ട 50 ജുസെങ്കിലും ആശയസഹിതം നമുക്കറിയുന്ന ആളുകൾ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആയത്തുൽ കുർസിയുടെ മഹത്വം പഠിച്ച ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാമാണ് എന്ന് അറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവകൾ പ്രത്യേകം പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസിയുടെ ആയത്തുകൾ, ഇതൊക്കെ പ്രത്യേകമായി പാരായണം ചെയ്യപ്പെടുന്ന മഹത്വമുള്ള സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ ഇപ്പോഴാണ് അത് പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ നമുക്കറിയുമോ? ഖുർആൻ അതിന്റെ പഠനവും പാരായണവും അത് മനസ്സിലാക്കി അത് അടങ്ങാത്ത ആഗ്രഹമായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഖുർആനാണ് എന്റെ മാർഗം, എന്റെ ജീവിത വഴി അതാണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിക്കേണ്ടെന്ന അതിനുതകുന്ന അതിന് ആ നിലയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞെഴുതിയ മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ പരിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളും സമയങ്ങളും നമ്മളെ കാത്തു നിൽക്കുകയില്ല. അതങ്ങനെ അതിന്റെ സമയം കടന്നു പോകും. നമ്മൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് ഖുർആൻ മാത്രമാണ് ഏതൊരു സമൂഹത്തെയും അരാജകത്വത്തിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നന്മയുടെ ലോകത്തേക്ക് കൊണ്ടെത്തിച്ചത് എന്നതാണ്. വിശാലമായ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നിടത്താണ് സഹോദരങ്ങളെ നമ്മുടെ വ്യക്തിത്വം എന്നത്. നമ്മളെന്ന വ്യക്തിയും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നന്നാവുന്നതും നിർഭയനായി മാറുന്നതും എന്നത് നാം മനസ്സിലാക്കണം. നാലാമതായി നാം അറിയാം, ഖുർആനിന്റെ ആത്മീയമായ മാധുര്യം നുകരാൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ടുണ്ടോ? ഇത്ര കാലമായി ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ട് അതിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിക്കുന്ന അതിന്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അന്ധവിശ്വാസങ്ങൾ കൊണ്ട്, ദുഷിച്ച ചിന്തകൾ കൊണ്ടുമെല്ലാം ചളി പുരണ്ട ഹൃദയത്തിന് ഖുർആനിന്റെ മാധുര്യം നുകരാൻ കഴിയുകയില്ല. ചീത്തയായ തിന്മകൾ അള്ളിപ്പിടിച്ച ഹൃദയത്തിന്റെ ആളുകൾക്ക് ആ ഖുർആനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുകയില്ല. പറഞ്ഞതായി കാണാം. قال عثمان بن عفان رضي الله عنه لو تمرق قلوبنا لما شبعنا من كلام الله. ഹൃദയം അത് ശുദ്ധമാകണമെങ്കിൽ ഖുർആനിന്റെ പാരായണം, ആ ഖുർആനിന്റെ പാരായണത്തിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ റമദാനിന് ശേഷം നാം എത്ര തവണ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്? ഓരോരുത്തരും സ്വന്തം, ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോടും ചോദിക്കുക. നമ്മുടെ മുൻഗാമികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് പരിശോധിക്കണം. ഈ സന്ദർഭത്തിൽ
ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, കാന ഖതാദതു യഖ്തിമു ഖുർആന ഫീ കുല്ലി സബഈ ലയാലി മററതൻ. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയാണ്, എല്ലാ 7 രാത്രികളിലും ഖുർആൻ ഞാൻ ഓതി തീർക്കും. പരിശുദ്ധ റമദാനിലല്ല കേട്ടോ, റമദാനല്ലാത്ത കാലഘട്ടങ്ങളിൽ ഓരോ ആഴ്ചയിലും 7 ദിവസമാകുമ്പോഴേക്കും ഖുർആൻ ഞാൻ ഓതി തീർക്കുമെന്നാണ്. വീണ്ടും അദ്ദേഹം പറയാണ്, ഫൈദാ ജാഅ റമദാനു ഖത്തമ ഫീ കുല്ലി സലാത്തി ലയാലിൻ മററതൻ. അത് റമദാനിലേക്കായി കഴിഞ്ഞാൽ, റമദാനായി കഴിഞ്ഞാൽ ഓരോ 3 ദിവസങ്ങൾ കൊണ്ട്, 3 രാത്രികൾ കൊണ്ട് ഞാൻ ഓതി തീർക്കും. ഓരോ 3 ദിവസം രാത്രി കൊണ്ട്. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്നിങ്ങനെ കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. ഇപ്പോഴും ഒരു ജുസ് പോലും തീർക്കാത്ത ആളുകൾ, ഇപ്പോഴും ഖുർആൻ തൊട്ട് നോക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ സഹോദരങ്ങളെ? നമ്മളും നമ്മുടെ മുൻഗാമികളും അവരോട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോ എവിടെയും എത്തിയിട്ടില്ല നമ്മൾ. മാത്രമല്ല എന്നിട്ട് പറയാണ്, റമദാനിന്റെ അവസാനത്തെ 10-ലെത്തിയാൽ ഓരോ രാത്രിയിലും ഓരോ തവണ നാം ഖത്തം തീർക്കുമെന്നാണ്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഷാഫി റഹിമഹുല്ലയെ കുറിച്ച് വെച്ച് പറയുന്നത്, കാന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫി യഹ്തിമു ഫീ ശഹരി റമദാന 60 ഖത്മതൻ മാ മിൻഹാ ശൈഉൻ ഇല്ലാ ഫീ സ്വലാത്ത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് റമദാനിൽ 60 തവണ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കും. നമ്മളും നമ്മുടെ മുൻഗാമികളും അവരൊക്കെ പോയ സ്വർഗമില്ലേ? നമുക്ക് വേറെ സ്വർഗവും അവർക്ക് വേറെ സ്വർഗവുമില്ല. പണിയെടുത്തവന്, അധ്വാനിച്ചവന്, ത്യാഗം സഹിച്ചവന് മാത്രമാണ് സ്വർഗമുള്ളത്. അല്ലാത്തവന് സ്വർഗം കിട്ടുകയില്ല. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, كان سفيان الثوري إذا دخل رمضان ترك جميع عبادته وأقبل على تلاوة القرآن. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് റമദാനായി കഴിഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച്, ദുനിയാവിന്റെ എല്ലാം മാറ്റിവെച്ച് ഖുർആനിലേക്ക് ചുരുങ്ങുമെന്നാണ്. ഖുർആൻ മുന്നിൽ വെച്ച് അതങ്ങനെ പാരായണം ചെയ്യുക, അത് അർത്ഥം പഠിക്കുക, അതിന്റെ ആശയം പഠിക്കുക, അതിന്റെ ഓരോന്നും കീറി മുറിച്ച് പഠിക്കുകയും അതിലേക്ക് ചുരുങ്ങുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ പൂർവികനായ ആളുകൾ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് അരാജകത്വങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ ഉള്ള മാർഗം. അതാണല്ലോ ഹുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചീത്തയായ സ്വഭാവത്തിന്റെ മനുഷ്യനായിരുന്നു, വിചാരത്തിന് വരെ. അങ്ങനെ എല്ലാ നിലക്കും വഴികൊള്ളക്കാരനായ, എല്ലാ നിലക്കും മോശപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. അദ്ദേഹം മോശം നടക്കാൻ വേണ്ടി മതിൽ ചാടി കടന്നപ്പോ അവിടുന്ന് ഖുർആനിന്റെ ആയത്ത് കേൾക്കുകയാണ്. അതാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. കാരുണ്യത്തിനെക്കാളും കഠിനമായ ഹൃദയക്കാഠിന്യമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ, ആ സ്വഹാബിയെ ഖുർആനിന്റെ വചനങ്ങളാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. മദീനയിലെ ഈത്തപ്പനകൾ കൊണ്ടുണ്ടാക്കിയ കുടിലുകൾ, ആ കുടിലുകളിൽ ഓരോന്നിനും സമാധാനം പകർന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ഖുർആൻ തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ കയ്യിലുള്ളത്. ആ ഖുർആൻ ഓതിയാൽ കുടുംബത്തിൽ പ്രകാശമുണ്ടാകും, കുടുംബത്തിൽ സമാധാനമുണ്ടാകും, കുടുംബത്തിൽ ശാന്തിയുണ്ടാകും. ലാത്തയിൽ നിന്നും ഉസ്സയിൽ നിന്നും ജാഹിലിയത്തിനെ തിരിച്ചുവിളിച്ച ഖുർആൻ ജാലങ്ങളിൽ നിന്നും ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് മോചനം നൽകാൻ സാധിക്കണം.
അജ്ഞതകേറി പരസ്പരം കഴുത്തറുത്ത സമൂഹത്തെ ഉത്കൃഷ്ടരായി മാറ്റിയ പരിശുദ്ധ ഖുർആൻ വിദ്യാസമ്പന്നരെന്ന് അഭിമാനപൂർവ്വം പറയുന്ന കേരളത്തിന്റെ ഈ കൊച്ചു കേന്ദ്രങ്ങളിൽ, കൊച്ചു ഗ്രാമങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ എന്താ സഹോദരങ്ങളെ? അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സമൂഹത്തിന് വെളിച്ചം പകരാൻ ഈ പരിശുദ്ധ ഖുർആനുമായി ചെന്നാൽ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി ഓടിക്കേൾപ്പിച്ചാൽ ആ നിലക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ലേ? അതെ, ഖുർആൻ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ, ആ ഖുർആനിൽ ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, രോഗങ്ങളുണ്ടാക്കുന്ന ആളുകൾ പിശാചിന്റെ പൈശാചികമായ ദുർബോധങ്ങളിൽ നിന്ന്, ആ സ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കാനും ഉന്നതമായ ഈമാനികമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലക്ക് ഖുർആനിന്റെ ആളുകളായി, ഖുർആൻ പരിഹാരമായി, ഖുർആനിന്റെ ആ ആയത്തിലൂടെ കടന്നുപോയി ഖുർആനിന്റെ ആളുകളായി മാറാൻ സാധിക്കണം. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആളുകളാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ആ നിലക്ക് ഖുർആനുമായി ഒരു മനസ്സിന് ബന്ധമുണ്ടാകുന്ന, ഹൃദയബന്ധമുണ്ടാകുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. എല്ലാത്തരം തിന്മകളിൽ നിന്നും, എല്ലാത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നും, ഹറാമുകളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അത് പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമുള്ള ഒരു ഉത്തമമായ തലമുറ ഞങ്ങളിൽ നിന്ന് നീ കൊണ്ടുവരണേ റഹ്മാനേ. ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ആ നിലയ്ക്ക് നീ പരിവർത്തിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മാതാപിതാക്കളോട് കരുണ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനേ. അവരുടെ കടബാധ്യതകൾ കൊടുത്തു കൂട്ടുവാനുള്ള ഹലാലായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണം റഹ്മാനേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, വേദനകൾ അനുഭവിക്കുന്നവരുമുണ്ട്. അവരുടെ വേദനകളും കഷ്ടതകളുമെല്ലാം ശിക്ഷിപ്പ് നൽകണം റഹ്മാനേ. അവരനുഭവിക്കുന്ന വേദനകൾക്ക് ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. പകരമായി സ്വർഗം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, അയൽവാസികൾ അവരെല്ലാം ഇന്ന് ഖബറിലാണ്. അവരുടെ ഖബറിടം വിശാലമാക്കണം റഹ്മാനേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا